പ്രസ്ഥാനവുമായിട്ട് എനിക്കുള്ള ബന്ധം 27 വർഷത്തെയാണ്. 1998 എൻ്റെ പിതാവിനോടും മാതാവിനോടൊപ്പം ഞാൻ അമേരിക്കയിൽ ആദ്യമായിട്ട് പോകുന്നത് ഫൊക്കാനയ്ക്ക് വേണ്ടിയാണ്. അന്ന് തൊട്ട് ഫൊക്കാനയുടെ വിവിധമായ പ്രവർത്തനങ്ങൾ നേരിട്ടും അല്ലാതെയൊക്കെ കാണുവാൻ നടത്തുന്ന സാമൂഹികമായ പ്രവർത്തനങ്ങൾ, കേരളത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ അമേരിക്കയിലുള്ള മലയാളികൾക്ക് വേണ്ടി തന്നെ. അതുകൊണ്ട് വരാതിരിക്കാനും പറ്റത്തില്ല. എല്ലാവിധമായ ആശംസകളും സജിമോൻ ആന്റണി അടക്കം, സന്തോഷം അടക്കം, ഇവരൊക്കെ ഞങ്ങൾ അവിടെ ചെന്നാൽ എല്ലാ പിന്തുണയും നൽകുകയും അവിടുത്തെ മലയാളി സമൂഹത്തെ കാണുവാനുള്ള എല്ലാ സാഹചര്യം ഒരുക്കുന്നത് ഇവർ ഓരോരുത്തരുമാണ് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. മലയാളികളുടെ സംഘടനയാണ്. മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ഫൊക്കാന എന്ന് കേട്ടിട്ടേ ഉള്ളൂ എന്നറിയാം. അതിന്റെ കൂടുതൽ വിശദങ്ങൾ എന്താണ് ഫൊക്കാന എന്ന് പറഞ്ഞ് അറിയിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി എന്നിലുണ്ട് എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഫൊക്കാനയുടെ മിഡ് വെസ്റ്റ് റീജിയൻ, ഷിക്കാഗോ ആസ്ഥാനമാക്കിയുള്ള മിഡ് വെസ്റ്റ് റീജിയന്റെ റീജിയണൽ വൈസ് പ്രസിഡന്റാണ്. നാഷണൽ കമ്മിറ്റി കഴിഞ്ഞാൽ അതിന് തൊട്ട് കീഴിൽ വരുന്ന റീജിയണൽ വൈസ് പ്രസിഡന്റ് എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ രാഷ്ട്രീയ ഭാഷ പറഞ്ഞ DCC കഴിഞ്ഞ പിന്നെ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന് പറയുന്ന പോലെ ഈ ഫൊക്കാനയുടെ അവിടുത്തെ ഒരു ബ്ലോക്ക് പ്രസിഡന്റാണ് ഞാൻ. ഈ ഫൊക്കാന 83 രൂപം കൊണ്ട സംഘടനയാണ്. 83 ഇത് രൂപം കൊണ്ടത് അന്നത്തെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന KR നാരായണനും TP ശ്രീനിവാസ സാറും അന്തരിച്ചുപോയ അനിരുദ്ധ സാറും ചേർന്ന് എല്ലാ മലയാളികൾക്കും, നോർത്ത് അമേരിക്കയിലുള്ള എല്ലാ മലയാളികളുടെയും അംബർല സംഘടനയായിട്ട് ഉണ്ടാക്കിയതാണ്. ഇന്നത്തെ അംഗസംഘടന എന്ന് പറയുന്നത് അമേരിക്കയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുത്ത ആളാണ് ശ്രീ സജിമോൻ ആന്റണി. അതുപോലെ തന്നെ ഫൊക്കാനയുടെ ട്രസ്റ്റി ബോർഡ് ചേർന്ന ശ്രീ ജോജി തോമസ്. ശ്രീ സജിമോൻ ആന്റണിയെ ഞാൻ പ്രത്യേകമായിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. അത് ഞാൻ ഈ ഫൊക്കാനയെ കുറിച്ച് സംസാരിച്ചതിന് ഇവിടെ തന്നെ ഇപ്പം അച്ഛനറിയാം, അച്ഛനൊക്കെ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. ഞാൻ ഫൊക്കാന ഇപ്പൊ ചെയ്തു വരുന്ന സഹായത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. അത് പറയാൻ ആധികാരികമായി പറയുവാൻ നമ്മുടെ ഈ സജിമോന്റെ ഈ കാലഘട്ടത്തിലാണ് ഫൊക്കാന ഏറ്റവും കൂടുതൽ വളർന്നിരിക്കുന്നത്. അതുപോലുള്ള പരിപാടികളാണ് അദ്ദേഹം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രസ്റ്റി ബോർഡിന്റെ ശ്രീ ജോജി നോർത്ത് അമേരിക്കയുടെ ഭാരവാഹികൾക്ക് ഇവിടെ പല പൗരസമിതി നൽകുന്ന ഈ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമുക്കറിയാം, ഫൊക്കാന എന്ന സംഘടന ഇന്ന് അമേരിക്കയിലുള്ള എല്ലാ മലയാളി സംഘടനകളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഏതാണ്ട് 1983 മുതൽ പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ ഒരു സംഘടനയാണ്. ഫൊക്കാന നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ മലയാളി സഹോദരങ്ങളുടെ എല്ലാവിധ അവരുടെ ആവശ്യ സമയത്ത് വളരെയേറെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത ഒരു സംഘടനയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ അവർ അടുത്ത നാളിലായിട്ട് ഒത്തിരി അധികം സന്തോഷമുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഒരു വലിയൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഒത്തിരിയേറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 3 ദിവസത്തെ ഒരു കൺവെൻഷൻ വരുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 1000-ലധികം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കൺവെൻഷൻ ഏതെങ്കിലും ഒരു പ്രവാസി സംഘടന ഇവിടെ കേരളത്തിൽ ചെയ്യാൻ പറ്റിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. മീറ്റിങ്ങുകളും പ്രസംഗങ്ങളും മാത്രമല്ല, ഞാൻ ഈ വീൽ ചെയറും കൊണ്ട് ഒന്നാമത് പോയോടെ തിരിച്ചു വന്ന് ബാക്കി ഉള്ള ആളുകളെ കൂടെ കൂട്ടി അവർ 5 പേരും മേടിയിരുന്ന ആളെ കൂടെ എഴുന്നേറ്റത് 5 പേരും ഒന്നിച്ച് ഫൈനലിൽ ഫിനിഷ് ചെയ്ത് 1ാം സ്ഥാനത്തെത്തി. അത് ഒരു ഉദാഹരണമായി കരുതാവുന്ന കാര്യമാണ്. കരയുന്നവൻ്റെ കണ്ണുനീരുകയും അർഹിക്കുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥ മനുഷ്യ സ്നേഹമാണ്. ആ യഥാർത്ഥ മനുഷ്യ സ്നേഹത്തിന് നേർരൂപമായി മാറാൻ ഇനിയും ഫൊക്കാനയ്ക്ക് കഴിയട്ടെ, ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ സുരേഷ്, ഷാർലി മാത്യു, വല്ലപ്പാടൻ, ശ്രീ മറ്റ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫൊക്കാനയുടെ പുതിയ പ്രസിഡന്റിന്, അത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളായതുകൊണ്ട് പ്രത്യേകിച്ചും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഫൊക്കാനയുടെ പരിപാടികൾക്ക് അമേരിക്കയിലും ഇവിടെയുമായി പലപ്പോഴും പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു ഫിലാഡൽഫിയയിൽ നടന്ന സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്ന ജോർജ് മാത്യു ആയിരുന്നു, നമ്മുടെ ജോർജ് വറീസ് ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ്. അതുപോലെ കേരളത്തിലും ഇതിനു മുമ്പ് ഫൊക്കാന പരിപാടികൾ നടത്തിയപ്പോഴെത്തിയിട്ടുണ്ട്. നേരത്തെ ശ്രീ കാപ്പൻ പറഞ്ഞ പോലെ ഫൊക്കാനയും ഫോമയും എല്ലാം മത്സരിച്ച് ഈ മേഖലകളിൽ അവരുടെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. എങ്കിലും ഫൊക്കാന തന്നെയാണ്
ആദ്യത്തെ സംഘടനയും പഴക്കം ചെന്ന സംഘടന. ഫൊക്കാന ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് ഞാനിവിടെ വന്നപ്പോൾ ശ്രീ ജോസഫ് വാഴക്കൻ സൂചിപ്പിക്കുകയായിരുന്നു. ഏറ്റവും മാതൃകാപരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സമൂഹത്തിൽ നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു സഹായം വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അത് കണ്ടറിഞ്ഞ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പ്രവർത്തനങ്ങളാണ് ഇവർ ഈ ഫൊക്കാന എന്ന അസോസിയേഷനിലൂടെ ചെയ്യുക. വളരെ വിപുലമായ ഒരു അസോസിയേഷനാണ്. ഏതാണ്ട് സാറ് പറഞ്ഞ 105ഓളം അസോസിയേഷനുകൾ ചേർന്ന ഒരു ഫെഡറേഷനാണ് ഫൊക്കാന. അത്രയ്ക്കും ഒരു 1500ഓളം പേര് ഒരു അസോസിയേഷനിലുണ്ട്. അമേരിക്കയിലുള്ള അംഗങ്ങളാണ് എല്ലാവരും. തീർച്ചയായിട്ടും അവർ ഒത്തിരിയേറെ കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യുന്നുണ്ട്. സാറ് പറഞ്ഞ ഔദ്യോഗികമായിട്ടും ഔദ്യോഗികമല്ലാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് മാനസിക മെഡിസിറ്റിയുമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ സാറ് പറഞ്ഞു ഒരു ടൈപ്പ് ഫൊക്കാനയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് നമ്മൾ നൽകുന്നുണ്ട്. കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കും. അവരെ പ്രത്യേകം ആശുപത്രിയിൽ വരുമ്പോൾ പ്രത്യേകമായിട്ട് പരിഗണിക്കും. കൂടാതെ ഈ